ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉണ്ടാക്കാവുന്ന കുറേ മിസ്റ്റേക്കുകളാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പോൾ. ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഡു യു നോ വാട്ട് ഈസ് ഹിസ് നെയിം? ഇത് തെറ്റാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹിസ് നെയിം, അതും തെറ്റാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഡു യു നോ വാട്ട് ഈസ് ഹിസ് നെയിം, ആ ഈസാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഇടയ്ക്ക് എംബഡഡ് ആയിട്ട് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പാടില്ല. അത് ഗ്രാമാറ്റിക്കലി റോങ് ആണ്. ഇപ്പോൾ കറക്റ്റായിട്ട് വരേണ്ടത് ആ ഈസ് എടുത്ത് അവസാനം ഇട്ട് നോക്കി, ഡു യു നോ വാട്ട് ഹിസ് നെയിം ഈസ്, ഡു യു നോ വാട്ട് ഹിസ് നെയിം ഈസ്. ഒരു ആൻസർ പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പം ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹിസ് നെയിം അല്ല, ആ ഈസ് എടുത്ത് അവസാനം ഒന്നിട്ട് നോക്കി, ഐ ഡോണ്ട് നോ വാട്ട് ഹിസ് നെയിം ഈസ്. ഒരു സിമ്പിൾ ടെൻസ് നോക്കുക, സിമ്പിൾ പ്രസൻറ്റ്. ഐ ഡോണ്ട് നോ വേ ഹി ലിവ്സ്, ഐ ഡോണ്ട് നോ വേ ഡസ് ഹി ലിവ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഐ ഡോണ്ട് നോ വേ ഹി ലിവ്സ്. ഡു യു നോ വേ ഹി ലിവ്സ്, ഡു യു നോ വേ ഡസ് ഹി ലിവ്, റോങ് ആണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറ്റി വേറൊരു ക്വസ്റ്റ്യൻ ഫോർമേഷൻ ചെയ്താൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഗ്രാമാറ്റിക്കലി ഇനാക്യുറേറ്റ് ആണ്. അപ്പോൾ അവൾ വീട്ടിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാമോ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്ന് നിങ്ങൾ കമൻസിൽ എഴുതുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക. കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.